ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അനാട്ടമിയിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡൈക്കോട്ട് മോണോകോട്ട് ലീഫുകളുടെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. അതായത് ഏകബീജ ദ്വിബീജ പത്രസസ്യങ്ങളുടെ ഇലകളുടെ ഘടനയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോ. ദ്വിബീജ പത്ര ഇലകളുടെ ഘടന, അതായത് ഡൈക്കോട്ട് ലീഫിന്റെ സ്ട്രക്ചർ. ഇതിന് മറ്റൊരു പേരോട് പറയും ഉപരിതല അധോതല ഭിന്നമായ ഇല, ഡോൾസി വെൻട്രൽ ലീഫ് എന്ന് പറയും. അതായത് ഡോൾസ് സൈഡും വെൻട്രൽ സൈഡും വ്യത്യാസമായിട്ടുള്ള സ്ട്രക്ചർ ആയതുകൊണ്ടാണ് ഇതിനെ ഉപരിതല അധോതല ഭിന്നമായ ഇലകൾ എന്നും അറിയപ്പെടുന്നത്. ഡൈക്കോട്ട് ലീഫിന്റെ പ്രത്യേകം നമുക്കറിയാം, ജാലിക ശിലാവിന്യാസം റെക്ടിക്കുലേറ്റ് വേരിയേഷൻ ആണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ലീഫിനെയും നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. അതായത് സ്റ്റെമ്മ് റൂട്ടിൽ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് ഭാഗങ്ങളാക്കി തിരിക്കാം. ഒന്നാമത്തത് എന്താണ്? എപ്പിഡെർമിസ് തന്നെയാണ് ഉപരിവൃതി. രണ്ടാമത്തത് മീസോഫിൽ എന്ന ടിഷ്യൂ ആണ്. മൂന്നാമത്തത് സംവഹന നാഡീവ്യൂഹം വാസ്കുലർ ഗാംഗ്ലിയസ്. അതിൽ ഒന്നാമത്താണ് ഉപരിവൃതി അഥവാ എപ്പിഡെർമിസ്. ഇലകളിൽ രണ്ട് എപ്പിഡെർമിസ് ഉപരിവൃതി രണ്ടെണ്ണം ഉണ്ടായിരിക്കും. മുകളിലും ഇലയുടെ മുകൾ ഭാഗത്തും അടിഭാഗത്തും എപ്പിഡെർമിസ് ഉണ്ട്. മുകളിലത്തെ എപ്പിഡെർമിസിന്റെ ഉപരിവൃതിയെ അഡാക്സിയൽ എപ്പിഡെർമിസ് ഉപരിവൃതി എന്നും താഴ്ഭാഗത്തുള്ള എപ്പിഡെർമിസിനെ അബാക്സിയൽ ഉപരിവൃതി എന്നും അറിയപ്പെടുന്നു. ഈ രണ്ട് എപ്പിഡെർമിസുമായി ബന്ധപ്പെട്ട ടിഷ്യൂസിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഇതിനെ ഡോൾസി വെൻട്രൽ ലീഫ് അല്ലെങ്കിൽ ഉപരിതല അധോതല ഭിന്നമായ ഇലകൾ എന്ന് അറിയപ്പെടുന്നത്. ഈ ഉപരിവൃതി കോശങ്ങളെ പൊതിഞ്ഞുകൊണ്ട് ക്യൂട്ടിക്കിൾ കാണപ്പെടുന്നു. ഇലകളുടെ ഒരു പ്രത്യേകതയാണ് എപ്പിഡെർമിസിന്റെ പ്രത്യേകത ക്യൂട്ടിക്കിൾ കാണപ്പെടുന്നത്. ചില ചെടികളിൽ ട്രൈക്കോംസ് രോമങ്ങളും കാണപ്പെടാറുണ്ട്. ഇപ്പൊ തുമ്പയിലും തുളസി ഇല കാണാൻ കഴിയും, ഇലകളിൽ രോമം കാണാം. അതുപോലെ തന്നെ ആസിരന്ധങ്ങൾ കാണപ്പെടുന്നു, സുഷിരങ്ങൾ, സ്റ്റൊമാറ്റ കാണപ്പെടുന്നുണ്ട് അല്ലെ. ഏറ്റവും കൂടുതൽ സ്റ്റൊമാറ്റ കാണപ്പെടുന്നത് താഴ്ഭാഗത്തായിരിക്കും. അതായത് ലോവർ എപ്പിഡെർമിസിലായിരിക്കും ഡൈക്കോട്ട് ലീഫിൽ കൂടുതൽ സ്റ്റൊമാറ്റ കാണപ്പെടുന്നത്. എന്നാൽ മുകളിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും വളരെ കുറച്ചായിരിക്കും. എന്നാൽ ചില ചെടികളിൽ മുകൾ ഭാഗത്ത് സ്റ്റൊമാറ്റ കാണപ്പെടാറേ ഇല്ല. ഡൈക്കോട്ട് ചെടികളിൽ ഏറ്റവും കൂടുതൽ സ്റ്റൊമാറ്റ ഉള്ളത് താഴ്ഭാഗത്തും മുകൾ ഭാഗത്ത് കാണാതിരിക്കും. രണ്ട് സ്ട്രക്ചറും വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഇതിനെ ഡോൾസി വെൻട്രൽ ലീഫ് എന്ന് പറയുന്നത്. ചിത്രം നോക്കുക, രണ്ട് എപ്പിഡെർമിസ് സ്ട്രക്ചർ ഒരുപോലെയാണോ? അല്ല. അതുകൊണ്ടാണ് ഇതിനെ ഡോൾസി വെൻട്രൽ ലീഫ് എന്ന് പറയുന്നത്. ഈ സ്റ്റൊമാറ്റയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നോക്കാം. സ്റ്റൊമാറ്റ അഥവാ ആസിരന്ധത്തിന്റെ പ്രത്യേകത ഇലകളുടെ എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന സുഷിരങ്ങളാണ്. ഈ സുഷിരങ്ങളെ പൊതിഞ്ഞുകൊണ്ട് കാണപ്പെടുന്ന കോശങ്ങളെ കാവൽ കോശങ്ങൾ അഥവാ ഗോഡ് സെൽസ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രൊട്ടക്റ്റീവ് സെൽസ്, ഗോഡ് സെൽസ് എന്നറിയപ്പെടും. ഇവ കിഡ്നി ഷേപ്പിലോ അല്ലെങ്കിൽ പയറ് വിത്തിന്റെ ആകൃതിയിലായി കാണപ്പെടും. ഡൈക്കോട്ടിലെ കിഡ്നി ഷേപ്പിലായി കാണപ്പെടും. ഇവയുടെ ഒരു പ്രത്യേകത, ഗോഡ് സെൽസിന്റെ അകത്തെ പാളി, അതായത് സ്റ്റൊമാറ്റയുടെ ഹോള് വരുന്ന ഭാഗത്തെ ഭിത്തി കനം കൂടുകയും പുറത്തോട്ടുള്ള ഭാഗത്തെ ഭിത്തി കനം കുറഞ്ഞതുമായിരിക്കും. അതായത് സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യുന്ന ക്ലോസ് ചെയ്യുന്നൊരു മെക്കാനിസത്തിന് വേണ്ടിയിട്ടാണ്. അകത്തെ ഭിത്തി കുറച്ച് കട്ടിയുള്ളതായിരിക്കും, പുറത്തെ ഭിത്തി കട്ടി കുറഞ്ഞതുമായിരിക്കും. സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും സഹായിക്കുന്ന ആരാണ്? ഗോഡ് സെൽസ് ആണ്. പകൽ ഓപ്പൺ ചെയ്യും, നൈറ്റിൽ ക്ലോസ് ചെയ്യും. എന്നാൽ മരുഭൂമിയിൽ ജീവിക്കുന്ന ചില ചെടികളുടെ പ്രത്യേകത, പകൽ സമയത്ത് സ്റ്റൊമാറ്റോ ക്ലോസ് ചെയ്യും, നൈറ്റിലായിരിക്കും മൂൺലൈറ്റിന്റെ സഹായത്താലായിരിക്കും ഇത് ഓപ്പൺ ചെയ്യും. ഒരു സ്റ്റൊമാറ്റോയുടെ ഗോഡ് സെൽസ് കഴിഞ്ഞാൽ അതിന് ചുറ്റുമായിട്ട് കാണുന്ന കുറച്ച് സെൽസിനെ സബ്സിഡറി കോശങ്ങൾ എന്ന് അല്ലെങ്കിൽ സബ്സിഡറി സെൽസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതായത് സ്റ്റൊമാറ്റയ്ക്ക് ഗോഡ് സെൽസിന് ചുറ്റുമായിട്ടുള്ള സെൽസിനെ സബ്സിഡറി സെൽസ് എന്ന് പറയാം. പിന്നീട് അതിനുശേഷമാണ് അതിന്റെ എപ്പിഡെർമൽ ടിഷ്യൂസ് കാണപ്പെടുന്നത്. ഇനി ഒരു സ്റ്റൊമാറ്റയുടെ അകത്തോട്ട് കിടക്കുകയാണെങ്കിൽ, ലീഫിന്റെ ഉള്ളിലോട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ കഴിയും, സ്റ്റൊമാറ്റ കഴിഞ്ഞാൽ ഒരു ചേംബർ കാണാൻ, ഒരു അറ കാണാൻ കഴിയും. ഈ അറയെ സബ് സ്റ്റൊമാറ്റോയുടെ ചേംബർ അല്ലെങ്കിൽ വായു അറകൾ എന്ന് അറിയും, റെസ്പിറേറ്ററി ചേംബർ എന്ന് പറയാം. അടുത്തതാണ് മീസോഫിൽ. മീസോഫിൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ടിഷ്യൂ തന്നെയാണ്. അതായത് എപ്പിഡെർമിസും സ്റ്റീലും കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഭാഗത്തെ നമ്മൾ ഗ്രൗണ്ട് ടിഷ്യൂ അല്ലെങ്കിൽ അടിസ്ഥാന കലകൾ എന്ന് പറയുമല്ലോ. ലീഫിലെത്തുമ്പോൾ അതിന്റെ പേര് മീസോഫിൽ എന്നാണ്. ലീഫിലുള്ള അടിസ്ഥാന കലകളെയാണ് നമ്മൾ മീസോഫിൽ എന്ന് അറിയുന്നത്. ഉപരിവൃതി, സംവഹന കലകൾ, സ്റ്റീൽ എന്ന് പറയാൻ പറ്റുന്നുണ്ട്, സംവഹന കലകൾ, വാസ്കുലർ ബണ്ടിൽസ് വരുന്ന ഭാഗം മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കോശങ്ങളെ ചേർത്തുകൊണ്ട് നമുക്ക് മീസോഫിൽ എന്ന് പറയാം. ഇവിടെ പ്രത്യേകത, ഒരുപാട് ഹരിതവും ക്ലോറോപ്ലാസ്റ്റ് ഉള്ള ടിഷ്യൂസ് ആയിരിക്കും കാണപ്പെടുന്നത്. പൊതുവെ പാരഗൈമ കോശങ്ങളായിരിക്കും കാണപ്പെടുന്നത്. മുകളിലത്തെ ഉപരിവൃതിയിൽ അപ്പർ എപ്പിഡെർമിസിന്റെ പ്രത്യേകത, അതിന് തൊട്ട് താഴെ കാണപ്പെടുന്ന നീളം കൂടിയ ലംബമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓരോ സെല്ലും സമാന്തരമായിട്ട് കാണപ്പെടുന്ന നീളം കൂടിയ പ്രത്യേകം പാരഗൈമ കോശങ്ങൾ വിളിക്കുന്ന പേരാണ് പാലിസൈഡ് പാരഗൈമ അല്ലെങ്കിൽ പാലിസൈഡ് കോശങ്ങൾ എന്ന് അറിയുന്നത്. അതായത് നീളം കൂടിയ പാരഗൈമ ആയിരിക്കും ഒരുപാട് ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നത്.
ഇവ ലംബമതി, എപ്പിഡെമിസിൽ ലംബമായിട്ട് താഴോട്ടും പിന്നെ ഓരോ സെല്ലുകളും സമാന്തരമായിട്ട് അടിക്കടി കാണും. അതിന് ശേഷം കാണപ്പെടുന്ന സെൽസ് നോക്കി ചിത്രത്തിൽ നോക്കൂ, വളരെ ലൂസ്ലി ആയിട്ട് ഒരുപാട് എയ്ഡ് സ്പേസും കോശാന്തര സ്ഥലങ്ങൾ ഇന്റർസെല്ലർ സ്പേസോട് കൂടി കാണപ്പെടുന്ന പാരങ്കൈമ കോശങ്ങൾ കാണാൻ കഴിയും. അതിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവുകയെ സ്പോഞ്ചി പാരങ്കൈമ അല്ലെങ്കിൽ സ്പോഞ്ചി ടിഷ്യൂ എന്ന പേരിൽ അറിയപ്പെടും. മീസോഫിലിന്റെ പ്രധാന ഫംഗ്ഷൻ ധാരാളം ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ പ്രകാശ സംശ്ലേഷണമാണ് ഇവയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. അടുത്തത് സംവഹന നാളിന്റെ വാസ്കുലർ സിസ്റ്റം. ഇത് കാണപ്പെടുന്നത് സിരകളിലാണ്. മധ്യസിര, മെയിൻ വെയിൻ, മിഡ്രിബിലും മറ്റ് ബ്രാഞ്ചിലായിട്ടുള്ള സിരകളിലാണ് കൂടുതലും വാസ്കുലർ സിസ്റ്റം കാണപ്പെടുന്നത്. സിരകളുടെ വലിപ്പത്തിനനുസരിച്ച് കാണപ്പെടുന്ന വാസ്കുലർ ബണ്ടിലിന്റെ വലിപ്പവും വ്യത്യാസപ്പെട്ടിരിക്കും. വലിയ സിരകളിൽ വലിയ വാസ്കുലർ ബണ്ടിലും ചെറിയ സിരകളിൽ ചെറിയ വാസ്കുലർ ബണ്ടിലും കാണപ്പെടും. വാസ്കുലർ ബണ്ടിൽ കാണപ്പെടുന്നത് മീസോഫിലിലെ സിരകൾ എവിടെയൊക്കെയുണ്ടോ അവിടെ മാത്രമേ കാണാൻ കഴിയൂ. പിന്നീട് വാസ്കുലർ ബണ്ടിന്റെ പ്രത്യേകത, ഒരു ബണ്ടിൽ ഷീത്ത് കാണും. കട്ടിയുള്ള പാരങ്കൈമ കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബണ്ടിൽ ഷീത്ത്, വൃത്താകൃതിയിൽ കാണുന്ന ബണ്ടിൽ ഷീത്ത് കാണാൻ കഴിയും. അതിന്റെ ഉള്ളിലായിട്ട് മുകൾ ഭാഗത്ത് സൈലവും താഴ്ഭാഗത്ത് ഫ്ലോയും കാണപ്പെടും. ക്യാമ്പിയം ഇല്ല, അതുകൊണ്ട് തന്നെ അടഞ്ഞ സംവഹന നാളീവ്യൂഹം എന്ന് പറയും. ക്യാമ്പിയം ഇല്ല. പിന്നെ ബണ്ടിൽ ഷീത്തിന്റെ എക്സ്റ്റൻഷൻ, പാരങ്കൈമ കോശങ്ങൾ കൊണ്ട് തന്നെയുള്ള എക്സ്റ്റൻഷൻ രണ്ട് ഉപരിവൃതിയിലേക്കും കാണാൻ കഴിയും. മുകളിലോട്ടും താഴോട്ടും നോക്കൂ, ബണ്ടിൽ ഷീത്തിന്റെ എക്സ്റ്റൻഷൻ കാണാൻ കഴിയും. ഇതാണ് ഒരു ഡൈക്കോട്ട് ലീഫിന്റെ സ്ട്രക്ചർ. മോണോകോട്ട് ലീഫ് അഥവാ സമദ്വിപാർശ്വീയ ഇലകളുടെ ഘടന അല്ലെങ്കിൽ ഏകബീജ പത്ര ഇലകളുടെ ഘടന. സമദ്വിപാർശ്വീയ എന്ന് വെച്ചാൽ ഐസോ ബൈലാറ്ററൽ ലീഫ് എന്നാണ്. രണ്ട് സൈഡും, രണ്ട് സർഫസും, ഡോർസൽ സൈഡും വെൻട്രൽ സൈഡും ഒരുപോലെ സ്ട്രക്ചറാണ്, വ്യത്യാസമില്ല. അതുകൊണ്ടാണ് സമദ്വിപാർശ്വീയ ഘടനയുള്ള ഇല എന്ന് അറിയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പിഡെമിസ് ഉണ്ട്, മീസോഫിൽ ഉണ്ട്, വാസ്കുലർ സിസ്റ്റം ഉണ്ട്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. റെട്ടിക്കുലേറ്റ് വിനേഷൻ ആയിരുന്ന ഡൈക്കോട്ട് ലീഫിലെങ്കിൽ മോണോകോട്ട് ലീഫിൽ എന്തായിരിക്കും? പാരലൽ വിനേഷൻ, സമാന്തര സിരാവിന്യാസം കാണപ്പെടുന്ന ലീഫുകളായിരിക്കും. ഇതിന്റെ എപ്പിഡെമിസിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെയില്ല. ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് എപ്പിഡെർമിസിലും, അഡാക്സിലായാലും അബാക്സിലായാലും അപ്പറായാലും ലോവറിലായാലും ഈക്വൽ നമ്പറിൽ സ്റ്റൊമാറ്റ കാണും. സ്റ്റൊമാറ്റ രണ്ടിലും ഒരുപോലെ തന്നെയാണ് നമ്പർ കാണുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളുടെ അപ്പർ എപ്പിഡെമിസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ അപ്പർ എപ്പിഡെമിസിലെ ചില ഭാഗങ്ങളിൽ പ്രത്യേകതരം സെല്ലുകൾ കാണാൻ കഴിയും, കോശങ്ങൾ. അവയെ ബുള്ളിഫോം സെൽസ് അഥവാ മോട്ടോർ സെൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ചിത്രം നോക്കുക, കളറില്ലാത്ത ശൂന്യമായിട്ടുള്ള കുറച്ച് വീർത്ത സെല്ലുകളായിരിക്കും ബുള്ളിഫോം സെൽസ്. അത് അപ്പർ എപ്പിഡെമിസിലാണ് കാണപ്പെടുന്നത്, ലോവറിലല്ല, അപ്പർ എപ്പിഡെമിസ് കാണപ്പെടുന്നത്. എപ്പോഴാണ് ഈ ബുള്ളിഫോം സെൽസിൽ വാട്ടർ നിറയുന്നത്, ആ വാട്ടർ നിറയുന്ന സമയത്താണ് ലീഫ് എപ്പോഴും വിടർന്ന് കാണപ്പെടുന്നത്. എപ്പോഴാണോ അതിനകത്തുള്ള വെള്ളം നഷ്ടമാകുന്നത് അല്ലെങ്കിൽ വെള്ളം ദൗർലഭ്യം ഉണ്ടാകുന്നത്, വിഡ്രോ ആകുന്നത്, ആ സമയത്ത് ലീഫ് ചുരുളും, അകത്തേക്ക് കേൾ ചെയ്യും, ചുരുളും. ലീഫുകൾ ചുരുളുന്നത് കൊണ്ട് തന്നെ ട്രാൻസ്പിറേഷൻ കുറയ്ക്കാൻ സഹായിക്കും. നല്ല ചൂട് സമയത്തൊക്കെ പുല്ലുവർഗത്തെ ചെടികളുടെ ഇലകൾ നമുക്ക് കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത്, അകത്തേക്ക് ചുരുണ്ടിരിക്കും. അതുവഴി ട്രാൻസ്പിറേഷൻ അഥവാ സസ്യസേചനം കുറയ്ക്കുക എന്നാണ് മെയിൻ ധർമ്മം. അതായത് ഇങ്ങനെ ഇല നിവർന്നിരുന്നു കഴിഞ്ഞാൽ ട്രാൻസ്പിറേഷൻ നടക്കാൻ ചാൻസ് കൂടുതലാണ്. രണ്ട് സൈഡിലും സ്റ്റൊമാറ്റ കൂടുതൽ ഉള്ളത് കൊണ്ട് ജലം നഷ്ടമായിക്കൊണ്ടിരിക്കും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പർ എപ്പിഡെമിസിൽ കാണപ്പെടുന്ന, അഡാക്സിൽ എപ്പിഡെമിസിൽ കാണുന്ന പ്രത്യേകതരം സെല്ലുകളായ ബുള്ളിഫോം സെൽസ് അല്ലെങ്കിൽ മോട്ടോർ സെൽസ് എന്തിനു സഹായിക്കുന്നത്? ലീഫിനെ കേൾ ചെയ്യാൻ സഹായിക്കുന്നു. അതിനകത്തുള്ള വാട്ടർ വിഡ്രോ ആകുമ്പോഴായിരിക്കും ലീഫ് കേൾ ചെയ്യുന്നത്. അതിനകത്ത് വാട്ടർ നിറയുമ്പോൾ ലീഫ് വീണ്ടും നിവർന്നു വരികയും ചെയ്യും. കൂടുതലും പുല്ലുവർഗത്തിലാണ് കാണാൻ കഴിയുന്നത്. അടുത്ത മീസോഫിൽ ടിഷ്യൂ. മീസോഫിൽ ടിഷ്യൂവിന് പ്രത്യേകിച്ച് പാലിസൈഡ്, സ്പോഞ്ചി ടിഷ്യൂ അങ്ങനെ പ്രത്യേക വേർതിരിവൊന്നുമില്ല. ഒറ്റ ടൈപ്പ് കണ്ടില്ലേ, ഒരേ ടൈപ്പ് മീസോഫിൽ പാരങ്കൈമ കോശങ്ങളാണ് ഇതിൽ കാണപ്പെടുന്നത്. രണ്ട് സൈഡിലും ഒരുപോലെ തന്നെയാണ് കാണപ്പെടുന്നത്. പിന്നെ ബണ്ടിൽ ഷീറ്റിന്റെ എക്സ്റ്റൻഷൻ കാണപ്പെടും. അത് കുറച്ചുകൂടെ കട്ടിയുള്ള സ്ക്ലീറൻകൈമ ഉണ്ടായിരിക്കും. ഇവിടെ കാണാൻ കഴിയും, കുറച്ചുകൂടെ കട്ടിയുള്ള സ്ക്ലീറൻകൈമ ഉണ്ട് ബണ്ടിൽ ഷീറ്റ് എക്സ്റ്റൻഷൻ കാണും. പിന്നെ ഒരു വ്യത്യാസമുള്ള സൈഡത്തിന്റെ ഷേപ്പാണ്. ഡൈക്കോട്ടിലെ കോണുകൾ ഷേപ്പ് ആണെങ്കിൽ മോണോകോട്ടിൽ റൗണ്ട് ഷേപ്പ് ആയിരിക്കും. ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഡൈക്കോട്ടിലെ പോലെ തന്നെയാണ്. പിന്നെ മറ്റൊരു ചെറിയ വ്യത്യാസമുള്ളത് ഗോഡ് സെൽസിന്റെ ഷേപ്പിലാണ്. ഡൈക്കോട്ടിലെ കിഡ്നി ഷേപ്പ് ആണെങ്കിൽ മോണോകോട്ടിൽ ഡംബൽ ആകൃതിയിലായിരിക്കും പാവൽ കോശങ്ങൾ അഥവാ ഗോഡ് സെൽസ് കാണപ്പെടുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഡൈക്കോട്ട്, മോണോകോട്ട് ലീഫുകളുടെ ഇലകളുടെ സ്ട്രക്ചർ ആണ്. എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്കാണ്. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം.